ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ബിഗ് 6 കമ്പനിയിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുകയാണ്. നമ്മൾ എത്ര മണിക്കൂർ ചെയ്തു എന്നല്ല, എത്ര എഫക്റ്റീവായി ചെയ്തു എന്നതിലാണ് കൂടുതലും ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ എഫക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക കൂടുതലും. എന്തുകൊണ്ടാണ് ഈ സാധനം ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ട്. എൻജോയ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. നമ്മളോട് അവർ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറായിട്ട് നമ്മൾ സീനിയേഴ്സ് അവർ പറഞ്ഞു നിങ്ങൾ ഇത് വെച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പം മെയിൻലി ഞങ്ങൾ വെച്ചാൽ നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ കുറേ ടെസ്റ്റിങ്, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ഞങ്ങളൊക്കെ കുറേ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയല്ലോ. പക്ഷെ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ വന്ന് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഓക്കെ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ലൈക്ക് പ്രോപ്പർലി എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഗൈഡ് ലൈൻസ് വെച്ച് നോക്കുവാണെങ്കിലൊക്കെ. ഇതിനു മുമ്പ് നമ്മൾ ആനന്ദും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫൗണ്ടേഷൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ടോപ്പ് സ്കോർ ആയിരുന്നപ്പോൾ നമ്മൾ ഇതേപോലെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനിടയിൽ ഇന്ററിന് ഇതേപോലെ തന്നെ നല്ല മാർക്ക് മേടിച്ച് സ്റ്റേജിൽ വന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ CA ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉടൻ വരും, എന്താണ് ഇത് ആക്ച്വലി എന്നൊക്കെ കുറേ സംശയങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുക. പിന്നെ CA ആഗ്രഹിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന വേറെ കുറേ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളത് ഒക്കെ ആണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇനി വെൽക്കം. ശരി, ആദ്യം ആനന്ദ് ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആനന്ദ് ഒന്ന് പരിചയപ്പെടുത്തുകയും ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. എൻ്റെ പേര് ആനന്ദ്. ഞാൻ ഈ വർഷം ഈ കഴിഞ്ഞ ജനുവരി അറ്റംപ്റ്റ് CA ഇന്റർ ക്വാളിഫൈഡ് ആയി. ഞാനിപ്പോൾ ഗ്രാൻഡ് ലോണ്ടൺ എന്നൊരു ബിഗ് സിക്സ് കമ്പനിയിൽ ആർട്ടിക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർട്ടിക്കിൾ ജോയിൻ ചെയ്തു. ഒരു 3 മാസം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു ഈ മാസം. ഓക്കെ, ഈ ബിഗ് 6 കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മളിപ്പോൾ ട്രിപ്പിൾ ഐയിൽ പഠിപ്പിക്കുന്ന 5 കോഴ്സ്, അപ്പോൾ ഇതിൽ ഏത് കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്കും ബിഗ് 6 എന്ന് പറഞ്ഞ ഒരു ഡ്രീമാണ്, അല്ലെങ്കിൽ അവർക്ക് അറിയും ഏറ്റവും കൂടുതൽ ഹയറിങ് നടക്കുന്നത് ഈ ഒരു മേഖലയിലാണെന്നൊക്കെ. അപ്പോൾ ഗ്രാൻഡ് തോംപ്ടൺ എന്ന കമ്പനി ഇപ്പം പലപ്പോഴും ബിഗ് 4 കമ്പനീസ് EY, ഡിലോയിറ്റ്, PwC, KPMG ഈ പേരുകൾ കേൾക്കും. ഗ്രാൻഡ് തോംപ്ടണും BDOയും പിന്നെയാണ് വരാറുള്ളത്. അപ്പം ഒരു ബ്രീഫായിട്ട് എന്താണ് ബിഗ് 6 എന്നുള്ളത് ആനന്ദ് ഒന്ന് പറയാവുന്നതാവും, വളരെ ഷോർട്ടായിട്ട്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഓഡിറ്റിംഗ്, ടാക്സേഷൻ, കൺസൾട്ടിങ്, നമ്മുടെ ഈ ഒരു ഫിനാൻസിൻ്റെ ഫീൽഡിൽ ടോപ്പായി നിൽക്കുന്ന 6 കമ്പനീസാണ് ഈ പറഞ്ഞ 6 എണ്ണം. നമ്മൾ പക്ഷേ പൊതുവെ കേട്ട് വരുന്ന പേരാണ് ഈ ബിഗ് 4 പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ബിഗ് 6 നമ്മൾ ഒട്ടും സ്റ്റാൻഡേർഡ് കുറവല്ല, ജസ്റ്റ് ബിലോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഈ ഇടയ്ക്ക് പല റിപ്പോർട്ട്സ് വരുമ്പോഴും ഈ ലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ GT ഈ ടോപ്പ് 4ലേക്കും വരുന്നുണ്ട്. അത് ആ സമയത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പം ചില സമയം താഴേക്ക് പോകുന്നുണ്ട്, അങ്ങനെയാണ്. പക്ഷെ നോർമലി ഈ 6 കമ്പനീസാണ് ടോപ്പിൽ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പം ലിസ്റ്റ് ഓഫ് 5th ഓട്ടം എന്നാണ് എൻ്റെ ഒരു അസംഷൻ. 5th പൊസിഷനിലായിരിക്കും GT വരുന്നത്. അപ്പം ഈ നമ്മളടുത്ത് CA ഫൗണ്ടേഷനൊക്കെ ജോയിൻ ചെയ്യാൻ വരുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി വഴി ഇന്റർവ്യൂ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ആർട്ടിക്കിൾഷിപ്പിൻ്റെ സമയത്ത് നല്ല ആർട്ടിക്കിൾഷിപ്പ് ഫോം കിട്ടാൻ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു കൺസേൺ ഒക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ബിഗ് 6 കമ്പനിയിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുകയാണ്. അപ്പം സ്റ്റാർട്ട് ലൈക്ക് ദിസ്. ഞാൻ CAൻ്റെ പഠനത്തിലേക്കൊക്കെ ആ ജേണിയിലേക്കും വരാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എങ്ങനെയാണ് ഗ്രാൻഡ് തോംപ്ടണിൽ എത്തിച്ചേർന്നത് എന്നുള്ളത്? അത് ശരിക്കും ഇത് കാണുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോറി ആനന്ദ് പറയുമ്പോൾ ഇതിൻ്റെ പറഞ്ഞ സമയത്ത് കുറേ ഇൻസൈറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ GTനെ കുറിച്ച് അറിഞ്ഞത് റിസൾട്ട് വന്ന ദിവസമാണ്. ഇന്റർ റിസൾട്ട് വന്ന ദിവസമാണ്. അറിയാമായിരുന്നു ബിഗ് 6 കമ്പനീസ് ഉണ്ട്, ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം. GT എന്ന കമ്പനി എന്നതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ആ ദിവസമാണ് രാത്രി നമ്മുടെ ട്രിപ്പിൾ ഐ ഫാക്കൽറ്റിയുടെ ധന്യ മാം വിളിച്ച് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്പണിംഗ് വേക്കൻസി ഉണ്ട്, എനിക്ക് നോക്കാവുന്നതാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഞാൻ പറഞ്ഞതിനുപരി കുറച്ചും കൂടി സെർച്ച് ചെയ്ത് നോക്കി. സോ എനിക്ക് മനസ്സിലായി സ്റ്റാൻഡേർഡ് ഒന്നും വ്യത്യാസമില്ല, സെയിം തന്നെ. നമ്മൾ ഓക്കെ എപ്പോഴും ആദ്യം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ ബിഗ് 4 കമ്പനി കയറണമെന്നുണ്ടായിരുന്നു, സെയിം ലെവലിൽ തരുന്നുണ്ട്. സോ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് പിന്നീട് പിന്നെ നമ്മൾ ലിങ്ക്ഡിൻ, സോഷ്യൽ മീഡിയ, പിന്നെ ഗൂഗിൾ എല്ലായിടും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ ഈ കമ്പനി എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വർക്കിംഗ് ഒക്കെ. നമുക്ക് പിന്നീട് വേണമെങ്കിൽ ലിങ്ക്ഡിനിൽ നമുക്ക്
ഈ കമ്പനിയിലെ എംപ്ലോയീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് സംസാരിച്ചു നോക്കി എങ്ങനെയാണ് കാര്യങ്ങൾ പ്രോസസ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഞാൻ ജി ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തു, അവരൊരു കുറച്ച് സംസാരിച്ചു. സോ ഐ ലൈക്ക് ഞാൻ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തത്. ജി ടി എന്ന കമ്പനി പറഞ്ഞത് ആ ദിവസമായിരുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ അന്ന് തന്നെ CV പ്രിപ്പയർ ചെയ്ത് ഞാൻ റെഫറലാണ് പോയത്. ഫസ്റ്റ് അവിടെ ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു, അപ്പോൾ അവർ വഴിയാണ് റെഫറിൽ പോയത്. അവിടെയുള്ള എംപ്ലോയിനെ ഓൾറെഡി അറിയായിരുന്നു, വെച്ച് കണക്ഷൻ. പിന്നീട് ആളെ ഡയറക്റ്റ് ഞാൻ മെസ്സേജ് അയക്കുകയും ചെയ്തു. അപ്പം CV കൊടുത്തു. കുറച്ച് നാൾക്ക് ശേഷം ട്രിപ്പിളൈന്ന് അവരും കൂടി ഒരു മെയിൽ ഫോർവേഡ് ചെയ്ത് എൻ്റെ CV വെച്ചുകൊണ്ട് തന്നെ ട്രിപ്പിളൈയിലുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭാഗത്തുനിന്നുള്ള. അതെ. അപ്പം അങ്ങനെ ഒരു മെയിൽ പോയി. പിന്നെ ഇൻ്റർവ്യൂസ് ആയിരുന്നു ഓരോ പ്രോസസ്സ്. ഈ സമയത്ത് ഞാൻ പാരലി 2-3 മിഡ് സൈസ് ഫോമിലൂടെ കൊടുത്തിരുന്നു. ബിക്കോസ് നമുക്ക് ഒരിക്കലും ഇവിടെ തന്നെ കിട്ടും എന്നൊരു പ്രതീക്ഷ, നമ്മൾ മറ്റേതൊന്നും ഓപ്പർച്യൂണിറ്റി കളയരുത്. മനസ്സിലായി. അപ്പം നമ്മളൊരു സെക്യൂരിറ്റി എന്ന രീതിയിൽ ഞാനൊരു 3-4 ഫേംസിനും കൂടെ അപ്ലൈ ചെയ്തിരുന്നു. അവിടെയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം അതിൻ്റെ പാരലി ആയിരുന്നു നമ്മുടെ ഇവിടെ ഇൻ്റർവ്യൂസ് ഉണ്ടായത്. ഒരു 3-4 ലെവൽ ഇൻ്റർവ്യൂസ്. അതിനെ കുറിച്ച് പറയാനായിരിക്കും, അതായത് ഇൻ്റർവ്യൂസ് എങ്ങനെയുണ്ടായിരുന്നു, ആ ലെവലുകൾ എന്തൊക്കെയായിരുന്നു? മെയിൻലി നമുക്ക് ഇവിടെ മാനേജർ ലെവലിലെ 2 പേരും പിന്നെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആൻഡ് പാർട്ണർ, ഇവരായിരുന്നു ഇൻ്റർവ്യൂ നടന്നത്. ഈ പാർട്ണർ ആൻഡ് അസോസിയേറ്റ് ഡയറക്ടർ ഒരുമിച്ചായിരുന്നു ഇൻ്റർവ്യൂ. ഫസ്റ്റ് ലെവലാണോ? അല്ല, സെക്കൻഡ് ലെവലായിരുന്നു പാർട്ണർ ഇൻ്റർവ്യൂ ഉണ്ടായത്. ഫസ്റ്റ് മാനേജർ ലെവൽ ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ നമ്മൾ ടെക്നിക്കലി ഞാൻ പോകുന്നത് ഓഡിറ്റിൻ്റെ ഡൊമൈനിലേക്കായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബേസിക്കലി നോർമൽ കാര്യങ്ങളായിരുന്നു. നമ്മൾ പഠിച്ച സംഭവം തന്നെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളായിരുന്നു. അത് നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നീട് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവരുടെ ആയിരുന്നു, ഈ അസോസിയേറ്റ് ഡയറക്ടർ ആൻഡ് പാർട്ണർ അവരുടെ. അപ്പം ഇവർ നമ്മൾ ഫസ്റ്റ് ടെക്നിക്കൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ പുറമെ നമ്മൾ ഒരു പേഴ്സണൽ ജസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസും കൂടെ ചോദിച്ചു. പിന്നെ എന്തോ ഒരു ഫോർമാലിറ്റി പ്രകാരമായിരുന്നു ഈ 3rd ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ അത് ജസ്റ്റ് എന്താ പറയുക, ഇതൊരു പാർട്ണർ മിസ്സിംഗ് ആയിരുന്നു പറഞ്ഞു. അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 3 ലെവലായിരുന്നു. 3 വേറെ ഒരു ദിവസമായിരുന്നു. അത് ഓരോ ലെവൽ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് ലെവൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 വീക്ക് ആകുമ്പോഴേക്ക് നമുക്ക് ലിസ്റ്റ് പറയും, നിങ്ങൾ സെലക്ട് ആയിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടാവും, ഒരു സമയം തരും. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട് പറഞ്ഞു. അങ്ങനെ ഏകദേശം മാർച്ച് ലാസ്റ്റാണ് നമുക്കൊരു കൺഫർമേഷൻ വന്നത്, സെലക്ട് ആയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ April 2 ഇവിടെ കൊച്ചി ഓഫീസിലാണ് ജോയിൻ ചെയ്തത്. മനസ്സിലായി. ഈ പല കുട്ടികളുടെ സംശയമാണ് ഇൻ്റർവ്യൂ സമയത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസ്, ഇംഗ്ലീഷ് എത്രമാത്രം ഫ്ലുവൻ്റ് ആയിരിക്കണം, മലയാളം മതി എന്നുള്ളതൊക്കെ. എന്തായിരുന്നു അതിനെക്കുറിച്ച്? ഞാൻ 2 ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു, 2 മിഡ് സൈസ് ഫോമിൽ അറ്റൻഡ് ചെയ്തിരുന്നു. GT ഇൻ്റർവ്യൂ, GT ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു. അതായത് നമ്മളെ ഇത് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഫ്ലുവൻസി എന്നതിനെക്കാട്ടും നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷനിലാണ് ഇമ്പോർട്ടൻസ് ഞാൻ കണ്ടത് വെച്ച് എനിക്ക് തോന്നിയത്. നമ്മൾ കാര്യം കൃത്യമായി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലാതെ ഫ്ലുവൻസ് നമ്മൾ ബ്രിട്ടീഷ് ആക്സെൻറ്റ് വെച്ചോ അമേരിക്കൻ ആക്സെൻറ്റ് അതല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് അവിടെ മെയിൻ സംഭവം അല്ലേ. ഞാൻ പക്ഷേ മിഡ് സൈസ് ഫോമിൽ ഞാൻ പോയപ്പം ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ പോയ ദിവസം ഞാൻ ചോദിച്ചു ഏത് ലാംഗ്വേജിലാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് ലാംഗ്വേജ് വിച്ച് യു ആർ കംഫർട്ടബിൾ വിത്ത്. അപ്പം ആ കംഫർട്ടബിളായിട്ട് നമ്മൾ സംസാരിക്കുക എന്നാണ് പറയുന്നത്. ഞാൻ പോയ 3 മിഡ് സൈസ് ഫോമിൽ ഇൻ്റർവ്യൂസും അത് തന്നെയാണ് പറഞ്ഞത്, കംഫർട്ടബിലിറ്റി നോക്കിയിട്ടാണ്. അതിനെക്കുറിച്ച് കൂടുതൽ കൺസേൺ ആവാതെ എനിക്ക് തോന്നുന്നു ആനന്ദ് പറഞ്ഞൊരു പോയിന്റ് വളരെ റിലവൻ്റ് ആണ്. അതായത് നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. ആ കൺസേൺ ക്ലിയർ ചെയ്ത് അവിടുത്തെ ചോദിക്കുക, ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എന്ന് ചോദിക്കുക, നമ്മൾ കംഫർട്ടബിളായി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ക്ലാരിറ്റി വേണം പറയുന്ന കാര്യങ്ങൾക്ക്, ക്ലിയർ ആവണം അപ്പുറത്ത്. ഓക്കെ, ഈ CV-യുടെ കാര്യം പറഞ്ഞല്ലോ. CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? എപ്പോഴെങ്കിലും അതിൻ്റെ റിലവൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? റെലവൻസ് വെച്ചാൽ ഇവിടുത്തെ പ്രോസസ്സ് നമുക്ക് CV എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് അറിയില്ല. കാരണം GTയിലേക്ക് അവർ ആദ്യം ഇവാലുവേറ്റ് ചെയ്ത ശേഷമാണ് വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ മറ്റേ ഫേംസിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ CV ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് ഓരോ പോയിന്റ്സും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 2-3 വെച്ചാൽ ഈ പോയിന്റ് വരുമ്പം ഓക്കെ നിങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് എന്ന രീതിയിലൊക്കെ CV നമ്മൾ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതായത് നമ്മൾ CV എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ നമുക്ക് കൊടുക്കുക. അപ്പം ലൈക്ക് ആൾക്ക് വേണമെങ്കിൽ ഓക്കെ ഞാൻ വെറുതെ ന്യൂസ് പേപ്പർ എഴുതി വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്ക് വേണം ഈ ഇടയ്ക്കുള്ള ന്യൂസ് എന്താ ഞാൻ ചോദിച്ചിട്ടുണ്ട്, 2-3 ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്, പറയാനും പറ്റിയിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മളെ ഉറപ്പിക്കുന്നത് വെറുതെ എഴുതി വെച്ചതല്ല CV-യിലെ കാര്യങ്ങൾ. അപ്പം അതിനുവേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് നമ്മുടെ പ്രൊഫൈലാണ്. എന്ത് പറഞ്ഞാലും നമ്മൾ CV ഇവിടെ കൊടുക്കുന്നത് അവരെ നമുക്ക് ഈ ഒരു
CV-നെ ബേസ് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. യെസ് ഡെഫിനറ്റ്ലി. ഈവൻ സ്ക്രീനിങ് പോലും ചിലപ്പോൾ നടക്കും. ഒരുപാട് അപ്ലിക്കൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം CV വെച്ചായിരിക്കും ഒരു ഫസ്റ്റ് ലെവൽ സ്ക്രീനിങ് നടത്തുന്നുണ്ടാവുക. ഓക്കെ റൈറ്റ്. അടുത്തത് ഇപ്പം ആനന്ദിന്റെ ഒരു ജേണി പറഞ്ഞു. ലിങ്ക്ഡിൻ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം എത്രമാത്രം ഇങ്ങനെ ആർട്ടിക്കിൾഷിപ്പിനായാലും അത് കഴിഞ്ഞുള്ള ഒരു ജോബ് ഹണ്ടിങ്ങിലൊക്കെ പോകുമ്പോഴും CA എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുമ്പോൾ റിലവൻസ് ഉണ്ടോ? അപ്പോൾ ഒപ്പം വർക്ക് ചെയ്ത ആൾക്കാരുടെ ഒക്കെ ഒരു അനുഭവം വെച്ചിട്ട് ലിങ്ക്ഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയായിരിക്കും? അതെ, ഞാൻ ലിങ്ക്ഡിൻ അത്ര ആക്റ്റീവ്ലി യൂസ് ചെയ്തിരുന്നില്ല. എനിക്ക് ഇങ്ങനെ ഒരു റെഫറൽ വന്നുകൊണ്ട് തന്നെ അധികം വന്നില്ല. പിന്നീട് പക്ഷേ ഞാൻ അന്വേഷിച്ചു എങ്ങനെയാണ് ലിങ്ക്ഡിൻ പ്രോസസ്സ്. ഞാൻ GT ജോയിൻ ചെയ്ത ശേഷം എന്നോട് ഒരു കൊലീഗയിലൊരു ആളുണ്ട്, ആൾ നേപ്പാളിൽ നിന്നാണ്. അപ്പോൾ ആൾ വന്നപ്പം നമ്മൾ അറിഞ്ഞു ആൾ ലിങ്ക്ഡിൻ വെച്ചാണ് വന്നത്. ഞാൻ അപ്പം റെഫർ ചെയ്ത ആളും എൻ്റെ ടീമിൽ തന്നെയാണ്. അപ്പം ഞാൻ ആളോടും സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ആൾ കോണ്ടാക്ട് ചെയ്തു ലിങ്ക്ഡിൻ വഴി. എന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, നമ്മളെ ഫേം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് അവർ റെഫറൽ നടത്തി. സോ റെഫറൽ നമുക്കൊരു പ്രോസസ്സാണ്. ഏതൊരു Big 4 ആണെങ്കിലും Big 6 ആണെങ്കിലും നമ്മൾ ആ കമ്പനിയിലേക്ക് റെഫർ ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. പ്രയോറിറ്റി എന്ന് അവർക്കൊരു ഇന്റർവ്യൂവിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും നമ്മൾ സെക്യൂർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കഴിവാണ് നമ്മുടെ എപ്പോഴും. അപ്പോൾ ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ ഇന്റർവ്യൂ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്ലേസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികൾ ചോദിക്കാറുണ്ട്. അവരും പറയുന്ന കാര്യം ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ബോണ്ട് ഉണ്ടാക്കുക, നമ്മുടെ കഴിവ് നമ്മൾ കൊള്ളാവുന്ന ആളാണെന്ന് അവർക്ക് തോന്നിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നാറുണ്ട്. അപ്പോൾ ആനന്ദ് പറഞ്ഞ 2 കേസിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ഇപ്പൊ നേപ്പാൾ എന്നൊരാളെന്ന് പറഞ്ഞു. അപ്പം എന്ത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരിക്കും, എന്തൊക്കെ മറ്റ് ഈ CA അല്ലാതെ വേറെന്താ ക്വാളിഫിക്കേഷൻ ആൾക്കാരുണ്ട് കൊളീഗ്സ്? എൻ്റെ ഒരു ACC അഫിലിയേറ്റ് കൂടി ഉണ്ട്. ബാക്കി എല്ലാവരും CA ബാക്ക്ഗ്രൗണ്ട് വന്നവരാണ് എൻ്റെ ടീമിലുള്ളത്. അപ്പം അവരിപ്പോ SA അഫിലിയേറ്റ് ആണ്. ഒരു ആളും CA പാസ്സാണ്. ഇന്ത്യയിൽ വന്ന് ജയ്പൂരിലേക്ക് CA ഇന്റർവ്യൂ പാസ്സായി അതിനുശേഷം കേരളത്തിലേക്ക് വന്ന്. ഇപ്പം ആനന്ദ് ഇവിടെ വർക്കിന്റെ നേച്ചർ, ഏത് ഫീൽഡാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു വളരെ ഫ്രാങ്ക്ലി ചോദിക്കാം, ഈ ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അങ്ങനെ ഈസി ഗോ ആയിരിക്കുമല്ലോ ഈ പരിപാടി. കാരണം നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസും ഇത് ഉണ്ടാക്കിയെടുക്കേണ്ട സമയമാണ്. അപ്പം മൊത്തത്തിൽ എന്താണ് ജോലി, എങ്ങനെയാണ് ജോലി? ഓക്കെ, ഞാൻ ഓഡിറ്റ് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ സീസണാണ് ക്ലയൻസിൻ്റെ ഒക്കെ. അപ്പം നമ്മൾ അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻലി എൻ്റെ വർക്ക് എന്ന് പറയുന്നത് അവിടെ പോകും. നമുക്ക് ഓരോ ഏരിയാസ് അലോക്കേറ്റ് ഉണ്ടാവും. നമ്മളൊരു അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഒരു ഐറ്റം പറയും, നിങ്ങൾ ഇതിനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആ ഐറ്റത്തിന് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുമോ നമുക്ക് ആ ഒരു നമ്പർ അവർ എഴുതി വെച്ചത് വെറുതെ ഒരു നമ്പർ എഴുതി വെച്ചതല്ല, കൃത്യമായി അതിന് സപ്പോർട്ടിങ്സ് ഉണ്ട്. അതായത് ഒരു അവരെ എക്സിസ്റ്റിംഗ് ആയുള്ള കൺട്രോൾസ് അതൊന്നും തെറ്റിച്ചിട്ടില്ല, എല്ലാം ഓൺ ദ അപ്രൂവൽസ് കൃത്യമായി നടന്നിട്ടുണ്ട്, എല്ലാ പ്രൊസീജിയറൊക്കെ ഓക്കെയാണ്, നമുക്കൊരു കംഫർട്ട് കിട്ടുവാണ്. അതായത് അവർ ചെയ്ത വർക്കൊന്നും തെറ്റല്ല എന്ന് കിട്ടുന്നവരെ നമ്മളെ പ്രൊസീജിയർ ചെയ്യാം. അതാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റ് നമ്മൾ പഠിക്കുന്ന ഓരോ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മളൊക്കെ ചെയ്യും. അപ്പം നമ്മൾ നമുക്ക് അതിൻ്റെ ക്ലയൻറ്റിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ചോദിക്കും ഇത് എന്താ എങ്ങനെ വന്നേ, ആ രീതിയിൽ നമ്മൾ ഡീറ്റെയിൽസ് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും മെയിൻലി നടക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ഏരിയാസ് ചെയ്യും, മറ്റു വ്യക്തികൾ കുറച്ച് വേറെ ഏരിയാസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അതാണ് നമ്മളൊരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട്, കാരണം നമ്മളിപ്പം കിട്ടുവാണ് നമുക്കൊരു ഇൻഫർമേഷൻ തെറ്റാന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അവർ പറയും ഇതാണ് റീസൺസ്, ആ റീസൺ ജെന്യുവിൻ ആണോ അല്ലയോ നമ്മൾ അന്വേഷിക്കും. നമുക്ക് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ അന്വേഷിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ സീനിയേഴ്സോടും അവരുടെ മുകളിൽ മാനേജർ പാർട്ട്നേഴ്സിനോടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. പിന്നെ അവർ ഡിസൈഡ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോം ചെയ്യേണ്ടത്, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ വേണ്ടയോ എന്ന രീതിയിൽ. ഇതിലൊരു ഹൈറാർക്കി എങ്ങനെയാണ് വരുന്നത്? എൻ്റെ ടീമിലെ ഒരു ഹൈറാർക്കി ഞങ്ങൾ ടീം വൈസ് ആണ്. ഇപ്പം നമ്മൾ ഒരു ക്ലയൻറ്റിലേക്ക് കിട്ടാൻ ഇവർക്ക് ഇത്ര ആൾക്കാർ ഒരു ടീമായിട്ട് മെയിൻലി ഫസ്റ്റ് എടുത്ത് ഏറ്റവും ടോപ്പിൽ പാർട്ട്ണർ ആയിരിക്കും. പാർട്ട്ണർ താഴെ എൻഗേജ്മെന്റ് മാനേജർ. മാനേജർ കൺസൾട്ടൻസ് ഉണ്ടാകാം, അത് ചില ക്ലയൻസ് അനുസരിച്ച്. ഞങ്ങളുടെ അതിൽ
എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഈ മാനേജർ എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ഈ ടീമിന്റെ ഒരു ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ അദ്ദേഹം ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതെ, ഫുൾ ക്വാളിഫൈഡ് സി ആയിരിക്കും. കൺസൾട്ടൻസും എല്ലാവരും ക്വാളിഫൈഡ് ആയിരിക്കും. ഓക്കെ. ഞങ്ങളുടെ ടീമിൽ ഒരു ACC അഫിലിയേറ്റ് കൂടി ഉണ്ട്. അതെ, 2 കൺസൾട്ടൻസ് ആയിരുന്നു. പിന്നെ തൊട്ടുമുള്ള ആർട്ടിക്കിൾഷിപ്പ് തന്നെ ഇപ്പം 3 ഇയർ കോഴ്സ് ആയിരുന്നു മുമ്പ് ഉണ്ടായത്. അപ്പം 3rd ഇയർ ആയ ആൾക്കാർ, പിന്നെ ജസ്റ്റ് ഇപ്പോൾ ജോയിൻ ചെയ്ത കുറച്ചും കൂടി മുകളിൽ സീനിയേഴ്സ്. അപ്പം അങ്ങനെയല്ലേ. പിന്നെ മെയിൻലി ടെസ്റ്റിംഗ് ഒക്കെ വരും. നമ്മളിങ്ങനെ സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്യും, അതിന് മുകളിൽ ടെസ്റ്റിംഗ്. അപ്പം അങ്ങനെ ആൾക്കാരെ കൊണ്ടുവരും. ഞാൻ പ്രധാനമായിട്ട് ആദ്യം പോയത് ടെസ്റ്റിങ്ങിനായിരുന്നു. അവരെ ഹെൽപ്പ് ചെയ്യാമെന്നാണ്, നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ തന്നെ എൻ്റെ ആദ്യത്തെ റോൾ ഉണ്ടായത്. പിന്നീടാണ് കുറച്ച് ഏരിയാസ് അലോക്കേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ തന്നത്. മനസ്സിലായി. ഓക്കെ. ഈ ജോബിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്? കൃത്യസമയത്ത് ഓഫീസിൽ ഇറങ്ങാൻ പറ്റാറുണ്ടോ? സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ, എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് തന്നെ അറിയട്ടെ. ഒഫീഷ്യൽ ടൈമിംഗ് 9:30 to 6:30 ആണ്. പക്ഷേ നമുക്ക് മോർണിംഗ് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. 10 o'clock വന്നാൽ മതി. അത് മെയിൻലി ക്ലയൻറ്റ് ഓഫീസിലേക്കായിരിക്കും ആണെങ്കിൽ ക്ലയൻറ്റ് ഓഫീസിൽ ഡയറക്റ്റ് ചെല്ലുക എന്നാണ് പറയുന്നത്. ഈ ഇറങ്ങുന്ന സമയം അത്ര എപ്പോഴും കറക്റ്റ് ടൈമിന് ഇറങ്ങാറ്, തീർക്കുക എന്നാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും അങ്ങനെ ചെയ്യും. പിന്നെ ഇപ്പം ഇൻകേസ് നമുക്ക് ഹെൽത്ത് എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളാണ്, വീട്ടിൽ പോയി വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ ഇങ്ങനെ ആ ടൈമിൽ ചെയ്യാം. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ അവിടെ തന്നെ ഇരുന്ന് ചെയ്യാനായിരിക്കും നോക്കുന്നത്. കാരണം നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്നത്. ഒറ്റയ്ക്ക് ഇനിയൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ആർ യു എൻജോയിങ് ദിസ് ജോബ്? എൻജോയ് ചെയ്യുന്നുണ്ട്. ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലേൺ ചെയ്യാൻ പറ്റും, നല്ലോണം ലേൺ ചെയ്യാൻ പറ്റും. നമ്മൾ കാരണം ഇപ്പം കുറച്ചും കൂടെ നമ്മൾ ഓഡിറ്റ് പഠിച്ചത് എന്തുകൊണ്ടാണ് ഈ സാധനം ചെയ്യുന്നത്, നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ട്. എൻജോയ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ആദ്യം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. കാരണം നമ്മൾ ഇതുവരെ ഇത്രയും കാലം പഠിച്ചുകൊണ്ട് പെട്ടെന്നൊരു വർക്ക് പോലെ ഇതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണല്ലേ. അപ്പം നമുക്ക് കുറച്ച് മടുപ്പുണ്ടാവും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കുറച്ചും കൂടി ക്വാളിഫൈ ചെയ്ത് ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ്. അപ്പം നമ്മൾ അത് നമ്മുടെ അനുസരിച്ച് സെറ്റ് ആവുക. കാരണം നമ്മളെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് CF ഇതിലേക്ക് വന്നതും, ആരും നിർബന്ധം കൊണ്ടൊന്നുമല്ല. അപ്പോൾ നമ്മളാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് ലൈഫ്, ഇനി ഇങ്ങനെയാണ്, അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണ് മെയിൻലി. ഇപ്പോൾ നമുക്ക് വർക്കിൻ്റെ പ്രഷർസ് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ ടീം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ഭയങ്കര ചില്ലാവാറുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ ടീം ഞാൻ എപ്പോഴും പറയുന്നത് നല്ലൊരു ടീമാണ്. ലൈക്ക് നമുക്ക് എല്ലാവരും ഓപ്പണായിട്ട് സംസാരിക്കാനും ലൈക്ക് അത്യാവശ്യം ഫണ്ണായിട്ട് നമുക്ക് പോകാനും പറ്റി. ലൈക്ക് നമുക്കൊരു പ്രഷർ വലിയ തോന്നിക്കാത്ത രീതിയിൽ തന്നെ. പഠിച്ച കാര്യങ്ങളും ഇപ്പോൾ ജോലി എടുക്കുമ്പോൾ ഉള്ള ഗ്രൗണ്ട് റിയാലിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടോ അതോ കറക്റ്റ് അതുപോലെ തന്നെയാണോ? അതുപോലെ തന്നെ വരുന്നുണ്ട്. ലൈക്ക് ഞാൻ പറയുന്നു, ഈ Big 6 പോലത്തെ കമ്പനീസ് മെയിൻലി കൃത്യമായ നമ്മുടെ ഓഡിറ്റ് എങ്ങനെയാണോ, ടെക്സ്റ്റ് ബുക്ക് എന്താണ്, നമ്മളെ ഗൈഡ് ലൈൻസ് എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോകാനാണ് ഏറ്റവും കൂടുതൽ പോയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടത് വെച്ചിട്ട്. അപ്പം നമ്മൾ ഇപ്പം ഒരു സ്റ്റാൻഡേർഡ് പഠിച്ചു. അപ്പോൾ അതിലെന്താ പറയുന്നത്, നമ്മളോട് അവർ എൻഗേജ്മെൻറ്റ് പാർട്ട്ണറായിട്ട് നമ്മൾ സീനിയേഴ്സ് അവർ പറഞ്ഞു, നിങ്ങൾ ഇത് വെച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പം മെയിൻലി ഞങ്ങൾ വെച്ചാൽ നമുക്ക് ആദ്യം പഠിക്കുമ്പോൾ കുറേ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ, ഞങ്ങളൊക്കെ കുറേ ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയല്ലോ. പക്ഷെ നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ വന്ന് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഓക്കെ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ലൈക്ക് പ്രോപ്പർലി എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഗൈഡ് ലൈൻസ് വെച്ച് നോക്കുവാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അന്ന് അവിടെ പഠിച്ചത് ഇതിനായിരുന്നു എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി ഒന്ന് ഞാൻ എന്താ പറയാ ബാക്കിലേക്ക് പോയിട്ട് ഇന്ററിന്റെയും CAന്റെയും പഠനകാലം അതിലേക്ക് പോവാം. അപ്പം ഈ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെയുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു ആനന്ദിന്? അതായത് ഓക്കെ ഇപ്പോൾ പഠിത്തമാണ്, ഇത് പാസ്സാവുന്നതാണ് ആ സമയത്ത് നമ്മുടെ ഫസ്റ്റ് കൺസേൺ. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനത്തെ ഒരു ഫേമിലായിരിക്കും ആനന്ദ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്? അന്നും രണ്ടും ഉണ്ടായിരുന്നു. ഞാൻ കറക്റ്റ്ലി അന്ന് തന്നെ ഫിക്സ് ആക്കിയില്ല. നമുക്കത് കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പിക്കാമെന്നായിരുന്നു. Big 4 പോലത്തെ ഒരു കമ്പനീസിൽ ജോയിൻ ചെയ്യണോ, Big 6 പോലെ ചെയ്യണോ, അല്ലെങ്കിൽ മിഡ് സൈസ് കയറണം. കാരണം രണ്ടും മൈൻഡിൽ ഉണ്ടായിരുന്നു. കാരണം രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പോഷറാണ് നമുക്കൊരു വ്യക്തിക്ക് തരുന്നത്. ഒന്ന് നമ്മളൊരു സ്പെഷ്യലൈസേഷൻ എക്സ്പെർട്ടിലേക്കാണ് Big 4 Big 6 തരുന്നതെങ്കിൽ മിഡ് സൈസ് ഫേംസൊക്കെ കൂടുതലും വൈഡ് റേഞ്ച് ഓഫ് എക്സ്പോഷർ, അതായത് നമ്മൾക്ക് ഓഡിറ്റ് മാത്രമായിരിക്കില്ല, ടാക്സേഷൻ എല്ലായിരുന്നു കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയായിരിക്കും. സോ രണ്ട് മൈൻഡും ഉണ്ടായിരുന്നു. സോ നമുക്ക് അതിനുശേഷം ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വെച്ചാൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാം എന്ന രീതികൊണ്ട് ഓഡിറ്റിലേക്ക് ജോയിൻ ചെയ്ത്. ഈ ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് പേരോട് സംസാരിക്കേണ്ടി വരും. മാത്രമല്ല
നിങ്ങൾ ചെയ്യുന്നത് ശരിക്ക് ഇപ്പോൾ നമ്മുടെ ട്രിപ്പിളയിലും ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പലതും ചോദിക്കേണ്ടി വരും, ചോദ്യം ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ശരിക്കും കുറച്ച് ഉത്തരവാദിത്വം കൂടിയ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻസ് ആനന്ദ് എങ്ങനെയായിരുന്നു ഇനീഷ്യലി? ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരു ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതൊക്കെ? ഇനീഷ്യൽ നമുക്ക് ഉണ്ടാവും, നമ്മളൊരു നോർമലായി അങ്ങനെ ചോദിക്കും, നമ്മൾ സാധാരണ ചോദിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെയല്ല, കുറച്ചും കൂടി നമ്മൾ സ്റ്റേണായിട്ട് ചോദിക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവും എന്താണ്. ലൈക്ക് അവർക്ക് വേണമെങ്കിൽ എന്തും പറയാം, ഞങ്ങളെ ആദ്യ ന്യൂ കമേഴ്സ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്ക് നമ്മളൊരു വെറുതെ റീസൺ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പോയി നോക്കും ഇത് ഓക്കെ ആണോ, ഇതൊരു കറക്റ്റ് ആണോ അല്ലയോ. നമ്മൾ സീനിയേഴ്സ് ഉണ്ടാവും, കാരണം സീനിയേഴ്സ് അവർക്കും ഇതുപോലത്തെ എന്തെങ്കിലും റീസണിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞാൽ അല്ല ഇത് ഇങ്ങനെ ഒരു സംഭവം ആയിരിക്കും, ഒന്നും കൂടി പോയി ചോദിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി പോയി ചോദിക്കും. അപ്പോൾ അവർ കുറച്ചും കൂടി കറക്റ്റായ ഡീറ്റെയിൽസ് വരും. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കാം. നമ്മളെ ഐഡിയ എന്താണെന്ന് ആദ്യം നമ്മൾ ചോദിക്കാമെന്ന കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പോയി അവരെന്താ പറയുന്നത് ഓക്കെ, അവർ പറയുന്ന എല്ലാം മനസ്സിലാക്കുക. ലൈക്ക് ഓക്കെ എന്നിട്ട് നമ്മൾ അതിന് പ്രോസസ്സ് ചെയ്യുക. കാരണം ഇവർ പറഞ്ഞ ഈ പോയിന്റ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കുക, എന്തുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചെയ്തില്ല, ആ രീതിയിൽ നമ്മൾ ചോദിക്കും. അപ്പം ഓഡിറ്റിങ്ങിന് വേണ്ടി പോണ സമയത്ത് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ആൾ എന്നുള്ള രീതിയിൽ എന്ത് പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്? അതായത് ഇവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, ഇതിന്റെ ഒരു ആംഗിൾ എങ്ങനെയാണ്, വ്യൂ പോയിന്റ്? ഒരിക്കലും ഹെൽപ്പ് ചെയ്യാനല്ല പോകുന്നത്, നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ. കാരണം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനാണ്. കാരണം നമ്മുടെ ഇന്ന് ചെയ്യുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കാൻ പോകുന്നത് കമ്പനിയല്ല. കമ്പനിക്ക് അവർക്ക് റിപ്പോർട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സാണ്, പബ്ലിക് ഡൊമൈനിലുള്ള ആൾക്കാരാണ് നോക്കുന്നത്. സോ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ബാലൻസ് ഷീറ്റ് ഒന്ന് ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. അവർക്ക് എല്ലാ ഇൻഫർമേഷൻ അവർ ഇതൊരു വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം, ഓക്കെ ഇവർ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇതിന് കൃത്യമായ റെഫറൻസ് ഉണ്ട്, എവിടെ പോയാൽ മനസ്സിലാകും, ഇതിൽ തെറ്റൊന്നുമില്ല, നമ്മളവർ സർട്ടിഫൈ ചെയ്യുന്നതാണ്. സോ നമ്മൾ മാനേജറിനോട് ചോദിക്കുന്നതല്ല, എന്തുകൊണ്ട് നമ്മൾ മാനേജറിനോട് ചോദിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ നമ്മൾ നടന്നത് എൻക്വയറി ചെയ്യുക, എന്തുകൊണ്ട് നിങ്ങൾ ഇന്നൊരു സംഭവം ചെയ്തില്ല എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നായിരിക്കില്ല നമ്മൾ കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ എന്തുകൊണ്ട് ചെയ്തില്ല, റീസൺ എന്താണ്, നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. അതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട്സിലേക്ക് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. ഇനി ഒരു ചോദ്യം, ഇത് ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണെന്ന് എന്നെ സംബന്ധിച്ചിട്ടോ. ഈ കോഴ്സുകൾ CA, CMA, ACC ഒക്കെ കഴിയുമ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പിന് ലക്ഷങ്ങളാണ് വില എന്നൊക്കെ. അപ്പം ഇത് പല ആൾക്കാരും പലതരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യും. അതായത് ഒരു ഒപ്പിട്ടാൽ ആ പൈസ കിട്ടുന്നു. അപ്പോൾ ഇത് അങ്ങനെയല്ല പരിപാടി എന്നുള്ളത് നമുക്കറിയാം. ശരിക്കും ഏത് പോയിന്റിലാണ് ഈ പറയുന്ന ഇതിലൊരു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പൈസ കിട്ടണം. അപ്പോൾ ഈ ഒപ്പിന് ലക്ഷങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാചകം വന്നത്? മെയിൻലി നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ക്ലയൻറ്റിന് നമ്മൾ ഓടിച്ച് സൈൻ ചെയ്യുന്ന ദിവസം ആ സൈനിങ് ആണ്. ആ സൈൻ ചെയ്യാതിരുന്നാൽ ഒരു പ്രസക്തിയില്ല. അവർ ഏത് ബാലൻസ് ഷീറ്റോ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ ഇറക്കിയാലും അതിന് റെലവൻസ് ഇല്ല. അതിന് ആ സൈനിങ് വേണം. ആ സൈൻ ചെയ്യുന്നതിനാണ് നിങ്ങൾ നമ്മൾ പറയുന്ന അതിനുള്ള എല്ലാം ഇരിക്കുന്നുണ്ട്. നമുക്ക് വെറുതെ പോയിട്ട് ഒരു ബാലൻസ് ഷീറ്റ് ഒപ്പിടാൻ പറ്റില്ല. കാരണം നമ്മൾ സൈൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആൾക്കാരോട് പറയാം നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ തെറ്റുകളൊന്നും നമ്മൾ പ്രകടമായി കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ അവരെ സർട്ടിഫൈ ചെയ്യുമ്പോൾ വെറുതെ പോയി ഒപ്പിട്ട ക്യാഷ് കിട്ടില്ല. പാർട്ണർ ലെവലോ അല്ലെങ്കിൽ ആരാണോ സൈനിങ് അതോറിറ്റി ഉള്ളത് അവരിടുന്നതിന് മാത്രമേ കിട്ടുന്നില്ല. അതിലേക്ക് എത്തിച്ചേരാനും പെട്ടെന്ന് കയറി ചെന്ന് ഒരു ദിവസം പോയി ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസ് വേണം. ആ ലെവലിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ ശേഷം നമ്മളെ നോർമലി പാർട്ട്നേഴ്സിൻ്റെ ഏജൊക്കെ അറിയാം, നല്ലൊരു ഏജ് ഉണ്ട്. അപ്പോൾ അവർ അത്രയും ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവർക്ക് അറിയാം ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ആവുമെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അതിലൊരു ഉത്തരവാദിത്വം കൂടെ ഇരിക്കുന്നുണ്ടല്ലേ? കാരണം ഇത് തെറ്റായിട്ട് ചെയ്താൽ വലിയ പ്രശ്നമാണ്. അതെ, എപ്പോഴും അതെ, അങ്ങനെയാണ്. ഇനി ട്രിപ്പിളിലേക്ക് വരാം. ട്രിപ്പിളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഇന്റർ ആയാലും ഫൗണ്ടേഷൻ ആയ സമയത്തൊക്കെ അന്ന് പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ടായിരിക്കാം, പക്ഷേ അത് ഇവിടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അന്ന് അവിടെ പണിയെടുത്തത് കൊണ്ട് പരീക്ഷ പാസ്സാവാൻ അപ്പുറത്തേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് അത് ഭയങ്കര ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളൊരു. നമ്മൾ പഠിച്ചതിനാണല്ലോ നമുക്ക് എന്തെല്ലാം കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഓരോ സമയം എഫേർട്ട് ഇടുന്നത് എപ്പോഴും നമ്മൾ പരീക്ഷ പാസ്സാവാൻ എന്ന ലക്ഷ്യത്തോടെ ആണെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമ്മുടെ നോളജ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. അതെന്തായാലും നമ്മളിവിടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ അതിന് നമ്മളിപ്പം ഒരു സംഭവം
അതുപോലെ ഇൻഡയറക്ട്ലി ആണെങ്കിൽ നമ്മൾ ലേറ്റ് നൈറ്റ്സ് ഇരിക്കും. ഇപ്പം ലേറ്റ് നൈറ്റ്സ് വർക്ക് ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓക്കെ, അതിന് പോലുള്ള ഹെൽപ്പ് അത് ട്രിപ്പിൾ നമ്മളെ കോഴ്സ് അങ്ങനെയാണ്. നമ്മൾ കോഴ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ല ടൈം അതിനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. മനസ്സിലായി. അങ്ങനെ നമ്മൾ പഠിച്ച സംഭവങ്ങൾ എന്തായാലും അവിടെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഇന്റർ ചെയ്യുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ആനന്ദിന് രണ്ട് കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഒന്നിപ്പോൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്നു ഇങ്ങനെ ഒരു ഫേമിൽ, രണ്ട് ഇന്റർ നല്ല മാർക്കിൽ ക്വാളിഫൈ ചെയ്ത ആളാണ്. സോ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഒരു കാര്യം ഞാൻ ചെയ്തതും നിങ്ങൾ ചെയ്തുകൂടാത്ത ഞാൻ പറയുന്നത്, ഉറക്കം ഒഴിഞ്ഞ് പഠിക്കരുത്. ഞാൻ നല്ലോണം അങ്ങനെ ചെയ്ത ഒരാളാണ്. പക്ഷെ അത് ഹെൽത്ത് ഒക്കെ ഇമ്പാക്റ്റ് പോലെ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് ടൈമൊക്കെ ആകുമ്പം അത്ര നമുക്കൊരു ഫുള്ളി എനർജറ്റിക് ആയിട്ട് നമുക്കൊരു പഠിക്കാൻ പറ്റുന്ന പോലെ ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം പറയും ഉറങ്ങണം. അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു അവർ നല്ലോണം ഉറങ്ങി പഠിച്ചു എന്ന് പറയുന്നവർക്ക് അങ്ങനെ എല്ലാവരും ഉണ്ട്. അവർക്ക് നല്ല റിസൾട്ട് വന്നതും ഉണ്ട്. സോ നമ്മൾ നമുക്കൊരു ടൈം വരെ മാത്രമേ പഠിക്കാൻ പറ്റൂ. അത് കൃത്യമായിരുന്നു പഠിക്കുന്നത്. നമ്മൾ എപ്പോഴും വർക്കിലാണെങ്കിൽ നമ്മൾ പറയുന്നതാണ്, നമ്മൾ എത്ര മണിക്കൂർ ചെയ്തു എന്നല്ല, എത്ര എഫക്റ്റീവായി ചെയ്തു എന്നതിലാണ് കൂടുതലും ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ എഫക്റ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക കൂടുതലും, എത്ര ടൈമാണെങ്കിലും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ 12 മണിക്കൂർ 14 മണിക്കൂർ പഠിച്ചു എന്ന് പറയുന്നവർ എഫക്റ്റീവ് ചിലപ്പോൾ 6-7 മണിക്കൂർ പഠിച്ചിട്ടുണ്ടാവും എഫക്റ്റീവ് ടൈം. അപ്പോൾ അതാണ് നമുക്ക് എഫക്റ്റീവ് ടൈമാണ് നമുക്ക് മെയിൻലി ഇമ്പോർട്ടൻസ്. അതിനുവേണ്ടി ചിലപ്പോൾ കൂടുതൽ മണിക്കൂർ പഠിച്ചോ അതാണ് മെയിൻ. അപ്പം ഉറക്കം ഒഴിഞ്ഞ് പഠിക്കരുത്. എല്ലാവരും അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവണോ ഇല്ലയോ നിങ്ങൾക്കേ അറിയൂ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ പെർസ്പെക്റ്റീവ്സ് നമുക്ക് യൂട്യൂബിലാണെങ്കിൽ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇങ്ങനെ പാസ് ഔട്ട് ആയവരാണ്, അവർ കുറേ ഐഡിയാസ് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിളായ സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഫോളോ ചെയ്യുക. മറ്റാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം എന്നില്ല. മനസ്സിലായി. ഓക്കെ. ഇനിയിപ്പം ഫൈനലുണ്ട്, അപ്പം ഈ എങ്ങനെയാണ് ഫൈനലിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതോ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എല്ലാം ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്. രജിസ്ട്രേഷൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് ഒരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്, എങ്ങനെ ഏത് സമയത്തുള്ള എന്ത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അങ്ങനെയാണ്. മനസ്സിലായി. അപ്പോൾ എന്തായാലും കുറേ കുട്ടികൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആർട്ടിക്കൽഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പം ബിഗ് 6 തന്നെ വർക്ക് ചെയ്യുന്ന ആർട്ടിക്കലായിട്ടുള്ള ഒരാളവിടെ കിട്ടുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഇൻ്റർവ്യൂർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഭാഗ്യമാണ്. കൂടാതെ അത് ട്രിപ്പിളായിട്ട് തന്നെ സ്റ്റുഡൻറ്റും വൺ ഓഫ് ദി ടോപ്പ് സ്കോറേഴ്സും ആയതിൽ വീണ്ടും സന്തോഷം. അപ്പോൾ എത്രയും പെട്ടെന്ന് CA ആനന്ദ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫൈനൽ കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ആഫ്റ്റർ ക്വാളിഫൈങ് നമുക്ക് വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ. ഓക്കെ.